അടുത്തത് സവാരി ഗിരിഗിരി എന്ന സെക്ടറിലെ 4ാമത്തെ ചോദ്യം, ദ ഫൈനൽ ക്വസ്റ്റ്യൻ. സിറ്റി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചത് എന്നാണെന്നാണ് വിക്രമൻ പറയുന്നത്? എ 2003 ജൂൺ 2, ബി 2003 മാർച്ച് 3, സി 2003 ഏപ്രിൽ 1. ഇത് കടുക്കും ചേട്ടാ. ഏപ്രിൽ 1 അത് ഏപ്രിൽ ഫൂൾ ആവും. മറ്റേ 2 ഈ 3 ചേട്ടൻ ഒരെണ്ണം തട്ടിക്കളഞ്ഞാൽ ഏപ്രിൽ 1 ഒഴിച്ച് ബാക്കി ഒരെണ്ണം തട്ടിയാലേ. എപ്പോഴും മലയാള സിനിമാ ഗാനങ്ങളിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു വാക്കും കൂടെ ഉണ്ടായിരുന്നു, ജൂൺ. പാട്ടിൽ വരുന്നതാണെങ്കിൽ ജൂണാണ് പാട്ടിൽ വരുന്നത്. ജൂൺ ബേസ് ചെയ്തൊരു പാട്ട്. ഞാൻ ക്ലൂ തന്നു പറയാം. പാട്ടിൽ ഒരുപാട് പാട്ടിലൊക്കെ വരും, ഒരുപാട് പാട്ടുകൾ ജൂൺ മാസമുണ്ട്. ഇരിക്കട്ടെ ഒരെണ്ണം. കാരണം മാർച്ച് എന്ന് പറയുന്ന ഒരു പാട്ട് കേട്ടതായിട്ട് തോന്നുന്നില്ല. ജൂൺ 2003 ജൂൺ 2. ജൂൺ 2 എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. എ 2003 ജൂൺ 2. ഓക്കെ, എന്തൊക്കെയാണ് രജിത്തിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ചേട്ടാ, ഇപ്പോൾ കോളേജിൽ നിന്ന് ഞാൻ ലീവ് എടുത്തു. എനിക്കൊരു കുറച്ച് വർഷങ്ങളുണ്ട്. പക്ഷെ മിക്കവാറും ഇനി ഞാൻ കോളേജിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയില്ല. സാമൂഹ്യ പ്രവർത്തനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിന് വേണ്ടി, കാരണം എനിക്ക് കുടുംബം ഇല്ല, അപ്പം സമൂഹത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് വേറെ കൗൺസിലിംഗ് ഷോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ കുറച്ച് സിനിമകൾ നേരത്തെ കുറേ മറൈൻസിലൊക്കെ പഠിച്ചിരുന്ന കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. മിമിക്രി, മോണോ ആക്ട്, നാടകം, അതൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒക്കെ പോയിരുന്നു, റിജിഡായി. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്ലെക്സിബിളായി. ഷോയൊക്കെ പോയി ഇങ്ങനെ വന്നപ്പോൾ പഴയ ടാലൻസ് നേരത്തെ പറഞ്ഞ കണക്ക് പിന്നെ ലാലേട്ടൻ ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൂടെ തന്നതുകൊണ്ട് ഒരു എനർജി ബിൽഡപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ പാട്ടിന് ചേട്ടനും കൂടെ അത് പറഞ്ഞപ്പോൾ വീണ്ടും ഒരു ഇതായി. അപ്പം കുറച്ച് ഫിലിംസൊക്കെ ചെയ്യണം, കുറച്ച് സീരിയൽ ചെയ്യണം. കിട്ടുന്ന വരുമാനത്തിൽ ഒരു മുഖ്യ പങ്കും സമൂഹത്തിലെ പാവപ്പെട്ട കുട്ടികളെ, വിദ്യാർത്ഥികളെ, അതുപോലെ വൃദ്ധസദനങ്ങളെ സഹായിക്കണം. രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം ഇല്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു വന്നാൽ രാഷ്ട്രീയ മേഖലയിലും നമുക്ക് നല്ലൊരു എന്താ പറയുക, ശമ്പളം കിട്ടുന്നത് പോലും ജനങ്ങൾക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ട്രൂ രാഷ്ട്രീയ പ്രവർത്തകനായി സത്യസന്ധതയിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോകണമെന്നുണ്ട്. അതിൽ MLA, MP, മന്ത്രി അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോലും ജനങ്ങളെ ശക്തമായി ചെയ്യാൻ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹം, ഇപ്പം തന്നെ നമ്മുടെ റോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെങ്ങും ഇല്ലാത്ത അഭ്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? കാരണം ടാറിങ് എല്ലാ വർഷവും ഇങ്ങനെ മാറി മാറി. ഇപ്പം പാലാരിവട്ടത്തെ പാലം പൊളിക്കുന്ന കണ്ടില്ലേ, എന്തുമാത്രം കോടികളാണ് നമുക്ക് കഷ്ടം. അപ്പോൾ ഒരു സത്യസന്ധമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ലൊരു പൊതുപ്രവർത്തകനും ആയിട്ടൊക്കെ മാറണമെന്ന് ആണ് ആഗ്രഹമുണ്ട്. ആഗ്രഹം നടക്കട്ടെ. കാരണം രജിത്തിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. താങ്ക് യു. യു ഹാവ് ദ കപ്പാസിറ്റി ടു ഡു സർവീസസ് ടു ദ പീപ്പിൾ ഇൻ കേരള. ആ ഒരു അത് ഉണ്ട്. കുറച്ച് സിനിമകൾ ചെയ്യണം. ചേട്ടൻ കൂടെ ഒന്ന് സഹായിക്കണേ. തീർച്ചയായിട്ടും. എനിക്ക് പരിചയമുള്ള എല്ലായിടത്തും ഞാൻ ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ്. അതുപോലെ എനിക്ക് തിരിച്ചു പറയാനുള്ളത്, രജിത്തിൻ്റെ ആരാധകരോട് എന്നെയും കൂടെ ആരാധിക്കാനൊന്ന് പറയണം. അയ്യോ ചേട്ടൻ, ഞാൻ ഉൾപ്പെടെ ചേട്ടനെ, ഞാൻ ഉപനിഷത്തുക്കളെ ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഉപനിഷത്തുക്കൾ പഠിച്ചപ്പോൾ കണ്ടാണ് 3 കാര്യമെന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ വളരെ വിരളമാണ് ഇന്നത്തെ കാലത്ത്. അത്രയും ദൈവാനുഗ്രഹങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അത് കിട്ടാറുള്ളൂ എന്നാണ്. 1 മുമുക്ഷുത്വം, 2 മനുഷ്യത്വം, 3 മഹാപുരുഷ സംഗമം. മനുഷ്യത്വമുള്ള ആൾക്കാരെ ഇന്ന് നമുക്ക് പലപ്പോഴും കാണാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യത്വം മുമ്പ് കുറേ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, പക്ഷെ വിരളമാണ്. ഭാഗ്യമുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. മുമുക്ഷത്വം എന്ന് പറഞ്ഞാൽ മുക്തി, മോക്ഷം. അത് കാരണം ദുഷ്ട മനസ്സകത്ത് കിടക്കുമ്പോൾ മോക്ഷം ബുദ്ധിമുട്ടാണ്. 3 മഹാപുരുഷ സംഗമം. എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മഹാപുരുഷനാണ്. ആ മഹാപുരുഷനെ സംഗമിക്കുക. ഇപ്പം നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ, അല്ലെങ്കിൽ ചിറ്റമ്പി സ്വാമിയെ, അല്ലെങ്കിൽ മാർപ്പാപ്പയെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിലെ മഹാപുരുഷന്മാരുണ്ട്. ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണെന്നല്ല അതിൻ്റെ അർത്ഥം. പുരം, ശരീരം ധരിക്കുന്ന വ്യക്തി. മാതാമൃതാനന്ദമയി അല്ലെങ്കിൽ ആര് തന്നെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ അടുത്ത് ചെല്ലാനും ഇരിക്കാനും അവരോട് സംവദിക്കാനും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ചേട്ടൻ ഭയങ്കര ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. ആ ഗുരുത്വം നേരത്തെ തന്നെ പറഞ്ഞു, ഗുരുത്വത്തിൻ്റെ കാര്യം ചേട്ടന് നന്നായിട്ടുണ്ട്. ഇന്ന് അതൊക്കെ നശിച്ചു വരുന്നുണ്ട്. അതാണ് എൻ്റെ സംഭവം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളിൽ മഹാപുരുഷൻ്റെ മുമ്പ് ഇരിക്കാൻ എനിക്ക് ബാക്കിയിട്ട്, ഇപ്പം എൻ്റെ സഹോദരങ്ങൾ ചേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. മത്സരിച്ച് സ്നേഹിക്കുന്ന ചേട്ടനൊരു 100 വർഷക്കാലം
കെയർ 120 വർഷമാണ് ഇപ്പോഴത്തെ ആയുസ്. അതൊന്നും വേണ്ട. എന്നാലും 100 വർഷക്കാലം ഞങ്ങളുടെ മലയാളി സഹോദരങ്ങൾക്ക് എല്ലാം എനർജറ്റിക്കായി നല്ല നല്ല പാട്ടുകൾ എല്ലായിടത്തും പാടി ഉയർന്നു വരട്ടെ. നല്ല വാക്കുകൾക്ക് നന്ദി. താങ്ക് യു സോ മച്ച്. ഇത് കഴിയുമ്പോൾ ചേട്ടന് ഒരു ഇന്റർനാഷണൽ അവാർഡും കിട്ടും കേട്ടോ. നാഷണൽ അവാർഡ് ഓർ ഇന്റർനാഷണൽ അവാർഡ് ഉറപ്പായി വന്നിരിക്കും. താങ്ക് യു. ഇത് വെച്ചോളൂ. നന്നായിരിക്കും. അപ്പോ 2003 ജൂൺ 2 പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് അഗൈൻ 1000 rupees. ഓക്കെ, താങ്ക് യു. നമ്മളിവിടെ 4 ചോദ്യവും അവസാനിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സെക്ടർ രാജമാണിക്യമാണ്. രാജമാണിക്യം എന്ന് പറയുന്നത് ഒരു ചോദ്യം, നോ ഓപ്ഷൻസ്, ആരുടെയും സഹായമില്ല, നോ ക്ലൂ, എൻ്റെ ഒന്നുമില്ല, ആരുടെയും ഒന്നുമില്ല. 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. റെഡിയല്ലേ? റെഡിയാണ്. രാജമാണിക്യം. ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. CID മൂസ എന്ന സിനിമയിൽ ഗൗരി ശങ്കർ IPS ആയി എത്തുന്ന താരം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓൺലി 10 seconds. അതെനിക്കറിയാം, കാരണം അത് തമിഴ് വില്ലനാണ്. തമിഴിലൊക്കെ അതിലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഒരു വിദ്യാർത്ഥിയാണ്, ആശിഷ് വിദ്യാർത്ഥി ആണെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. 10 സെക്കൻഡ് മുമ്പ് ഉത്തരം പറഞ്ഞു ആശിഷ് വിദ്യാർത്ഥി. അയ്യോ, ആശിഷ് വിദ്യാർത്ഥി. നമ്മൾ പല പുലികളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ 11 ഒരു പുലിയാണെന്നാ.